എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസമാണ്. എല്ലാവരും നല്ല ഒരു സന്തോഷ ദിവസമായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു ദിവസം മാത്രമല്ല, ഈ വരുന്ന വർഷത്തിലെ എല്ലാ സമയങ്ങളും എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോ ശ്രവിക്കുന്നവരിൽ ആരെങ്കിലുമൊക്കെ അവരുടെ വീടുകളിൽ രോഗികളായിട്ടുണ്ടാകാം. ഈ വീഡിയോ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ അടുത്ത വർഷം ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ രോഗികൾ കാണില്ല. അതിനുവേണ്ടി എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരങ്ങളും ശരിയായ രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക. അതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ വീട് വളരെ ശുദ്ധമായിരിക്കും. ഒപ്പം ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കൾ, വസ്ത്രങ്ങൾ, പൊളിഞ്ഞ പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, ഇവയൊക്കെ ഒത്തിരി കാണും. ഇവയെല്ലാം ഉപേക്ഷിക്കുക. ആ വീടിൽ ഇവയെല്ലാം അടിഞ്ഞുകൂടിയാൽ അവിടെ ചിലന്തി വലകളും പൊടികളും ചേർന്ന് നമ്മൾ രോഗികളായി മാറും. അതാദ്യം ഒഴിവാക്കുക. അപ്പോൾ ആ വീടുകളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. എപ്പോഴും സന്തോഷമായിരിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ടോയ്ലറ്റും കിച്ചണും വളരെ വൃത്തിയായിരിക്കണം. ഏറ്റവും പ്രധാനം. സെക്കൻഡ്, നിങ്ങളുടെ ആഹാരക്രമം. ഒരിക്കലും സ്വന്തമായോ കുട്ടികൾക്കോ ഈ പുറത്ത് കിട്ടുന്ന ജങ്ക് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക, അവരെ ഭക്ഷിപ്പിക്കാതിരിക്കുക. ഈ പൊറോട്ടയും ഈ ഓയിലും ചിക്കനും മട്ടനും ബീഫും പന്നിയും ഇതൊക്കെ എല്ലാം അവരേത് രീതിയിൽ പാചകം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ഇറ്റ് വിൽ ക്രിയേറ്റ് മോശമായ അസുഖങ്ങളെ നിങ്ങളെ ക്ഷണിച്ചു വരുത്തും. പിന്നെ ചെയ്യാനുള്ളത്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഉള്ളിലുള്ള ചിലവുകൾ മാത്രം ചെയ്യുക. അതിനെ അധികമാക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടാകും. ഏതെങ്കിലും ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ നിങ്ങളത് അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അത് വീണ്ടും ചെയ്യുക. എവിടെയാണ് പാളിച്ചകൾ പറ്റിയെന്ന് മനസ്സിലാക്കുക. ഒപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം ഉപയോഗിക്കുക. കഴിവതും വീട്ടുകാർ തന്നെ അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പുറത്തുള്ള ആൾക്കാരെ വെച്ച് ചെയ്യുന്ന സാലറി നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യ ശരീരങ്ങളിലെല്ലാം ക്യാൻസറിൻ്റെ സെല്ലുകളുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ എല്ലാവരും ക്യാൻസർ രോഗികളാകുന്നില്ല. ഒരു ചിലർ ക്യാൻസർ രോഗികളാകുന്നു. അതിൻ്റെ കാരണവുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ശരീരത്തുള്ള നല്ല സെല്ലുകൾ എത്ര കണ്ട് വർക്കൗട്ട് ആകുന്നു, അപ്പോൾ ആ ക്യാൻസർ സെല്ലുകൾ നിർജീവമാകുന്നു. ക്യാൻസർ സെല്ലുകൾ എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? നമ്മുടെ സെല്ലുകൾ നശിക്കുമ്പോൾ. ഈ സെല്ലുകൾ എങ്ങനെ നശിക്കുന്നു? അത് നമ്മുടെ ആഹാരക്രമം, നമ്മുടെ വ്യായാമക്രമം, നമ്മുടെ മാനസിക അവസ്ഥ, ഇവയെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെല്ലുകൾക്ക് രൂപമുണ്ടാകുന്നത്. ഒരിക്കലും നമ്മുടെ ശത്രുക്കളോ അന്യവരുടെ ആരുടെ വളർച്ചയിലും നമ്മൾ അസൂയപ്പെടരുത്. നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ആ സന്തോഷത്തിൽ കൂടി നമുക്കും ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകും. മറ്റൊന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങൾ വീട്ടിൽ ആഹാരം കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബസമേതം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. രാവിലെ പണിക്ക് പോണ മാതാപിതാക്കൾ, അവർക്ക് അങ്ങനെ എപ്പോഴും കുട്ടികളോടിക്കാനുള്ള സമയം കിട്ടിയില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ഓഫീസ് പണികൾ കഴിഞ്ഞെത്തിക്കഴിഞ്ഞാൽ അവർക്ക് കിച്ചൺ പണിയൊക്കെ ആകും. ഒരു പക്ഷേ ഗൃഹനാഥനും സ്ഥലത്ത് പണിക്ക് വന്നാൽ ക്ഷീണിച്ച് അവരും, അപ്പോൾ അതിന് സമയം കിട്ടാറില്ല. ബട്ട് എന്തായിരുന്നാലും ആഴ്ചയിൽ ഒരിക്കൽ അത് കണ്ടെത്തുക.
അടുത്തത്, നിങ്ങളെപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ടീച്ചറുമായി ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് കുട്ടികളുടെ വിവരങ്ങൾ അറിയാൻ നോക്കണം. മൊബൈൽ ഫോൺ മാക്സിമം അവരുടെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിവതും ഒഴിവാക്കുക. നിങ്ങൾ മൊബൈൽ ഫോൺ കൂടുതൽ ഫോൺ ഉണ്ടാകാതിരിക്കുക. 5 ഫോൺ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് 2 ഫോൺ ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടത്താം. അപ്പോൾ നിങ്ങൾ ഫോൺ കൊടുക്കുക. നിങ്ങൾ ഫോൺ കൊടുത്ത് അവർക്ക് ഉപയോഗിക്കാനുള്ളത് അവർക്കായിട്ടൊരു പ്രത്യേകം ഫോൺ കൊടുക്കാതിരിക്കുക. അടുത്തതായി എനിക്ക് ഏറ്റവും സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ശരിയായ രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം. എത്ര കണ്ട് നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ച് ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഒത്തിരി ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടത് കൂട്ടായ ഒരു തീരുമാനം. വീട്ടിൽ മാതാപിതാക്കൾ, ഈവൻ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്ന എന്താണെന്നുള്ള പൂർണ്ണത ഉണ്ടാക്കുക. ആ പൂർണ്ണരൂപമായതിനു ശേഷം അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് തീരെ ഒഴിവാക്കാൻ പറ്റും. കഴിവതും കടങ്ങൾ വാങ്ങി ഒന്നും ചെയ്യാതിരിക്കുക. ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കേണ്ടത്. പലരും എപ്പോഴും പല വ്യക്തികളും ഇവിടെ വളർന്നു വന്നത് ഏറ്റവും താഴെ തട്ടിൽ നിന്നും വന്നവരാണ്. ഹൈ തട്ടിൽ നിന്ന് ആരും ഇവിടെ വലുതായിട്ട് വന്നില്ല. നിങ്ങൾ ഏത് മഹാത്മാരുടെ ഏത് കണക്കുകൾ എടുത്താലും അവരുടെ പിന്നിൽ ദരിദ്രമായിരുന്നു. അവരുടെ അടിസ്ഥാനം ബേസ് അതായിരുന്നു. അതിൽ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് അവരിങ്ങനെ ഡെവലപ്പ്. നമ്മുടെ ഒരു ജനറേഷൻ കൊണ്ട് നമുക്ക് കോടീശ്വരനാകാൻ പറ്റിയില്ല. നമ്മുടെ അടുത്ത ജന്മം, അടുത്ത കുട്ടികൾ. അപ്പോൾ അതിനുള്ള രീതിയിലൊരു ബേസാണ് നാം ഉണ്ടാക്കേണ്ടത്. ഇന്നിപ്പം നോക്കാം, എന്തോരാൾക്കാർ ആർപ്പാടം അതുമെല്ലാം നടത്തി ഡിസംബർ ആകുമ്പോൾ ജനുവരി 1-ാം തീയതി എല്ലാവർക്കും ഒന്ന് മദ്യപിക്കണം, പ്ലാൻ ചെയ്യണം ഒക്കെ ആയിക്കോളൂ, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ എങ്കിലും നമ്മുടെ ബേസിക് എത്തിക്സ് വിട്ടിട്ടുള്ള ആഘോഷങ്ങളിൽ പെടാതിരിക്കുക. കഴിയുന്നതും എത്ര കണ്ട് ശ്രദ്ധിക്കുന്നോ അത്രയും അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഈ വർഷങ്ങൾ, അടുത്ത വർഷം നിങ്ങൾ ഇതിലൊക്കെ കുറച്ചെങ്കിലും അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങളുടെ വീട്ടിൽ ഒരു രോഗികൾ പോലും കാണില്ല. നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ അടുക്ക് പോകാനും ആവശ്യം വരില്ല. നിങ്ങളൊരു ക്യാൻസർ രോഗിയുമാകത്തില്ല. ബി പ്ലസൻ്റ് ആയിരിക്കണം. ആദ്യം നാം പ്ലസൻ്റ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ആലോചന, നമ്മുടെ പെരുമാറ്റം എല്ലാം പ്ലസൻ്റ് ആക്കുക. മറ്റുള്ളവർ നമ്മളോട് എന്ത് കാണിച്ചാൽ അത് ഡോണ്ട് കെയർ. നാം എന്താണ് അവരോട് കാണുന്നത്, നമ്മുടെ മനസ്സിൽ കൂടെ കാണുന്നത് അത് മാത്രം കാണുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. എല്ലാം ഈശ്വരൻ ഒരിക്കലും ഈശ്വരൻ നമുക്കെല്ലാം തരില്ല. തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അമ്പലങ്ങളും പള്ളിയും പോയി എത്ര മുട്ടടിച്ചാലും എത്ര നിവേദ്യങ്ങൾ എന്ത് നേടിയാലും അത് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം കല്ലായിട്ട് അവിടെ ഇരിക്കുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളും മറിച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെ ഫലമേ നമുക്ക് കിട്ടൂ. അതാണ് ദൈവം നമുക്ക് തന്ന അനുഗ്രഹം. അത് നമ്മൾ ഓർക്കുക. രണ്ടാമത്, മദ്യപിക്കുന്നുള്ളൊരിത് എനിക്കുള്ളൊരു റിക്വസ്റ്റ്, നിങ്ങൾ മദ്യപിക്കൂ. ആ മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക. നിങ്ങൾ മദ്യപിക്കുന്ന ഒരു കുപ്പി മദ്യം ഇപ്പോൾ 600-700 രൂപ കിട്ടുന്ന മദ്യം, അത് നല്ല മദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടത് 5 to 7, 10,000 റുപ്പീസ് വരെയുണ്ടോ. അതിന് വലിയ കുഴപ്പമില്ലെന്ന് പറയും, എന്തായാലും മദ്യം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ മദ്യപിക്കണം. അങ്ങനെയുള്ള മദ്യം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒന്നെക്കുറിച്ച് ആലോചിക്കുക. മദ്യം നിങ്ങളാകെ തകർത്തുകളെ, നിങ്ങളുടെ സെല്ലിനെയും നിങ്ങളെ രോഗികളാക്കും. നിങ്ങൾ ഒരു രോഗിയായി വീട്ടിൽ ചടഞ്ഞു കുടുങ്ങിയിരിക്കുന്നത് കണ്ട് ആ മുഖവും കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ മനസ്സ് ഒത്തിരി വേദനിക്കും. സോ ദയവ് ചെയ്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. മദ്യപാനികൾ മദ്യം കുറയ്ക്കുക. എല്ലാവരും സന്തോഷമായി ജീവിക്കുക. ഈ ഒരു വർഷം അങ്ങനെ ആയിരിക്കണം. നഷ്ടങ്ങൾ ഗോ ടു ദ ഹെൽത്ത്. നഷ്ടങ്ങളൊരു പ്രശ്നമല്ല, നമുക്ക് വീണ്ടും പരിഹരിക്കാൻ പറ്റും, പ്രൊവൈഡഡ് അതിൻ്റേതുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചാൽ മതി. നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് ഈ ഒരു മെസ്സേജ്, അതായത് ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിൻ്റെ പേരിൽ എനിക്ക് തരാനുള്ള അഡ്വൈസ് ഇതേ ഉള്ളൂ. രാവിലെ ഒരു 4-നും 5-നും മുമ്പായിട്ട് എഴുന്നേൽക്കുക. ഒരു 45 മിനിറ്റ്സ് ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കുക, വ്യായാമത്തിന് ചിലവാക്കുക. അത് വ്യായാമത്തിന് വേണ്ടി ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല, അവിടെ പൈസ കൊടുക്കണം. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നടക്കുകയും അവിടെ തന്നെ എക്സസൈസ് ചെയ്യുക. അതിനുള്ള എക്സസൈസിൻ്റെ മുറകൾ യൂട്യൂബിൽ കയറിയാൽ പലരും അതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് കാണുക.
നല്ല ചിന്തിക്കുക, നല്ലതേ വരത്തുള്ളൂ. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാവരെയും കാണുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ മുതൽ നിങ്ങളിലൊരു മാറ്റം വരുത്തുക. അടുത്ത വർഷം വീണ്ടും നമുക്ക് നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസോ നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാനസികതയുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിവിധി ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, ഒരു കൂട്ടായ സംരംഭത്തിൽ കൂടി പലതും കേട്ടും അറിഞ്ഞും മുമ്പോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാകില്ല. കാണാം. ഹാവ് എ നൈസ് ഡേ. വീണ്ടും കാണാം. എപ്പോഴും എല്ലായ്പ്പോഴും. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.